ഹായ്, പ്യുവർ ഡിസൈൻ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ പ്ലാനിങ് സ്റ്റേജിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒന്നാണ് ഇൻറ്റീരിയർ ഡിസൈനും. ഓരോ റൂമിലെയും സ്പേസിനെ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുക, അതിൻ്റെ ഓരോ സാധ്യതകൾ മനസ്സിലാക്കുക എന്നിവയാണ് ഇൻറ്റീരിയർ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ അനന്തകൃഷ്ണ സാറിനും കുടുംബത്തിനുമായിട്ട് നിർമ്മാണ ഘട്ടത്തിലിരിക്കുന്ന 1580 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം സൗകര്യത്തോടു കൂടി നിർമ്മിച്ചിരിക്കുന്ന വീടിൻ്റെ പൂർണ്ണമായ ഇൻറ്റീരിയർ ഡിസൈൻ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. സിറ്റൗട്ടിൽ നിന്നും കയറി വരുമ്പോഴത്തേക്കും ഫോയർ ഏരിയയിൽ വാളിനോട് ചേർന്ന് പഞ്ച് ചെയ്ത രീതിയിൽ ഒരു ക്ലോസ്ഡ് ഷെൽഫ് രൂപത്തിലാണ് പൂജാ ഏരിയ നൽകിയിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ഇടത്തേക്ക് തിരിഞ്ഞു വരുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ യു ഷേപ്പിൽ കോർണർ സോഫയും നൽകിയിട്ട് ഡൈനിങ് ഏരിയ ആയിട്ട് ഷെയർ ചെയ്യുന്ന വാളിൽ ഒരു റൊട്ടേറ്റബിൾ TV യൂണിറ്റുമാണ് നൽകിയിരിക്കുന്നത്. സിറ്റൗട്ടിൽ നിന്നും കയറി വരുന്നതിൻ്റെ വലതുഭാഗത്തേക്ക് തിരിയുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട്. കോർണർ ടോയ്ലറ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടൊരു പുൾ ഔട്ട് യൂണിറ്റാണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ ഡിസൈനിൽ കാണാൻ കഴിയുന്നതാണ്. എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഒരു ബേ വിൻഡോയും കൂടി ഈ ഒരു ബെഡ്റൂമിന് കുറച്ചും കൂടി സ്പേഷ്യസ് ആക്കാൻ സഹായിച്ചിട്ടുണ്ട്. എല്ലാ റൂമുകളുടെയും സൈസുകളും കൂടി നമ്മളിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ബെഡ്റൂമിലേക്ക് ഡയറക്റ്റ് തുറക്കാത്ത രീതിയിൽ എന്നാൽ നല്ല പ്രൈവസിയോട് കൂടിയിട്ടാണ് ടോയ്ലറ്റിൻ്റെ ഡോറ് നൽകിയിരിക്കുന്നത്. ഒരു മിറർ യൂണിറ്റും അവിടെ തന്നെ നൽകിയിട്ടുണ്ട്. അടുത്തത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് വരുന്ന ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയയിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് ഏരിയയുടെ ഒരു പാർട്ടീഷനായിട്ടാണ് ഇവിടെ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് റൂമിലൊക്കെ നിന്ന് ഡയറക്റ്റ് കാണാൻ കഴിയുന്ന രീതിയിലാണ് CCTVയുടെ മോണിറ്ററും നൽകിയിരിക്കുന്നത്. നമ്മൾ കിച്ചൺ വരുന്നത് കിച്ചണും വർക്ക് ഏരിയ എന്ന രീതിയിലാണ് യു ഷേപ്പിൽ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ സൈസ് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതാണ് വർക്ക് ഏരിയ വരുന്നത്. ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട്. നമുക്ക് ചെറിയ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ കുറച്ചധികം സ്പേഷ്യസ് ആയിട്ട് റൂമിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ബേ വിൻഡോ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഫുൾ ലെങ്തിലുള്ളൊരു സ്ലൈഡിങ് വാർഡ്രോബാണ് നൽകിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിലും നമ്മൾ ടോയ്ലറ്റിന് നല്ല പ്രൈവസി നൽകിയിട്ടാണ് അതിൻ്റെ ഡോറ് നൽകിയിരിക്കുന്നത്. യു ഷേപ്പിലായിട്ട് വരുന്ന സ്റ്റെയർ കേസ് കയറി വരുന്ന ഈ ഒരു ഇടനാഴിയിലൂടെ നമ്മൾ എത്തുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. ഈ ലിവിങ് സ്പേസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു ഓപ്പൺ ടെറസിൽ നമ്മളൊരു ചെറിയൊരു ചിലൗട്ട് ഏരിയയും കൂടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയുടെ തൊട്ടടുത്തായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമാണ് നമ്മുടെ ഈ ഒരു പ്ലാനിൽ ഏറ്റവും അധികം സൗകര്യത്തോടു കൂടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു റൂം. താഴത്തതുപോലെ തന്നെ കോർണർ ടോയ്ലറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുൾ ഔട്ട് ഏരിയ, ബേ വിൻഡോ, ബെഡ് കൂടാതെ നമുക്കൊരു സ്റ്റഡി സ്പേസ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, മിറർ യൂണിറ്റ് എന്നിവ കൂടാതെ ഈ ഒരു ബെഡ്റൂമിനകത്ത് നമുക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു വാക്യൂം വാർഡ്രോബിന് കൂടിയിട്ടുള്ള ഡ്രസ്സിങ് യൂണിറ്റ് കൂടി ലഭിക്കുന്നുണ്ട്. 1580 സ്ക്വയർ ഫീറ്റിലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്തപ്പോൾ ക്ലയൻറ്റിന് നമ്മൾ നൽകിയിട്ടുള്ള ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഫുൾ HD ക്വാളിറ്റിയിലുള്ള വീഡിയോസായിട്ടും ഇത്തരത്തിലുള്ള ഫോട്ടോസായിട്ടുമാണ് ക്ലയൻറ്റിന് നമ്മൾ ഡീറ്റെയിൽ നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വീടിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ വീടും ഇത്തരത്തിൽ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. താങ്ക്